ചെറിയ സമയമില്ല, പക്ഷെ ഒരു ചെറിയ ഞാൻ ചിന്തിച്ച ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമായിരുന്നു. ഇൻകറപ്റ്റബിൾ സീഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പ്ലാന്റ് ഗ്രോത്തിന്റെ ബന്ധമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഓൾസോ ബയോളജിക്കലി നമുക്കറിയാം എന്തൊരു അത്ഭുത ബയോളജി എല്ലാം ഈ ദൈവത്തിന്റെ വചന എല്ലാം ഈ സൃഷ്ടിയെല്ലാം ദൈവത്തിന്റെ റിഡംഷന്റെ എല്ലാം റിലേറ്റഡും റിഫ്ലക്റ്റഡും ആയിട്ടുള്ള കാര്യങ്ങളാണ് ബയോളജിയുടെ. പിന്നെ നമുക്കറിയാമല്ലോ ഒരു സ്പെർം സെൽ എഗ് സെല്ലിനെ മീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു എംബ്രിയോ ഉണ്ടാകുന്നത്, സൈഗോട്ട് ഒരു പുതിയ ജീവൻ ഉണ്ടാകുന്നത്. പിന്നെ ഞാനാണെങ്കിൽ എന്റെ ഒരു കോളേജിൽ ഒരു സെക്കൻഡ് ബയോളജി ക്ലാസ് എടുത്തപ്പോൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്തായിരുന്നു. ആ സ്പെർം സെൽ ആണെങ്കിൽ ഹെൽത്തി അല്ലാത്ത ഒരു സെൽ ആണെങ്കിൽ ചിലപ്പോൾ ഫെർട്ടിലൈസ് ചെയ്യുമായിരിക്കും, പക്ഷെ ഉണ്ടാകുന്ന എംബ്രിയോ ആണെങ്കിൽ ഈ തുടങ്ങുന്ന തന്നെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജിലും വീക്ക്നെസ്സിലുമാണ്. ഡെവലപ്പ് ചെയ്യുന്ന തന്നെ ഒരു പ്രോബ്ലം. പിന്നെ സംസാരിച്ചായിരുന്നല്ലോ ഡെവലപ്മെന്റ് ഗ്രോത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ മൾട്ടിപ്പിൾ സ്റ്റേജസിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. പക്ഷെ ഉദരത്തിൽ തന്നെ ഉള്ള ആ ബോൺ ആകുന്ന മുൻപ് ആ സീഡ് കറപ്റ്റഡ് ആണെങ്കിൽ നമുക്കറിയാമല്ലോ ഹ്യൂമൻ സീഡ്. അതുകൊണ്ട് ഞങ്ങൾ ആ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ചില വ്യക്തികളെ എൻകറേജ് ചെയ്യുന്നത് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യണം, ഹെൽത്തി ആയിട്ട് ഈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെർം സെൽസ് ആണെങ്കിൽ ഹെൽത്തി അല്ലായിരിക്കും. അത് ഫെർട്ടിലിറ്റിക്ക് പ്രോബ്ലം ആണെന്ന് പറയും. പിന്നെ അറിയാമല്ലോ സ്പെർം സെൽസിനാണെങ്കിൽ എത്ര ഒരു സമയം ഒരു വയബിലിറ്റിയേ ഉള്ളൂ. പക്ഷെ വചനത്തിന്റെ ഇത് ഫസ്റ്റ് പീറ്റർ 1:25 ഇതിനകത്ത് പറയുന്നത് and this is the word which by the gospel is preached unto us. നമ്മൾ born again ആകുമ്പോൾ ഈ സീഡിൽ നിന്ന് നമ്മൾ ജനിക്കുവാണെങ്കിൽ ജനിക്കുന്ന തന്നെ ഒരു ഡിസഡ്വാൻറ്റേജിലല്ല, ഗ്രോത്ത് തുടങ്ങേണ്ടത്. അത് സൺഡേ ഡാഡി സൺഡേ അല്ല ഇന്നലെ ആയിരുന്നു ഔട്ട്റീച്ചിന്റെ ആ സമയത്ത് പറഞ്ഞപ്പോഴാണ് ഇത്രയും നേരം കാണാൻ ചിന്തിക്കാതിരുന്ന ഒരു ലഞ്ചിൽ കൂടെ ചിന്തിച്ചത് എന്തൊരു കണക്ഷൻ ആണ്. ഗ്രോത്ത് തുടങ്ങുന്നത് തന്നെ ഫെർട്ടിലൈസേഷനിൽ കൂടെയാണ്. ആ സീഡ് ഏത് സീഡാന്ന് പറയുന്നത് വചനമാണ് ഇൻകറപ്റ്റബിൾ സീഡ്. ഈ പ്രാർത്ഥന എനിക്ക് സാക്ഷ്യപ്പെടാതിരിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ ഞാൻ പലപ്പോഴും മർമ്മങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ എല്ലാവരും എടുക്കുമ്പോൾ കറക്റ്റ് ആണോ എന്ന് നോക്കാം. കാരണം പലപ്പോഴും നമ്മൾ ഡിസ്കറേജ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രസംഗിക്കാൻ നമുക്ക് തോന്നത്തില്ല. പക്ഷെ ഇന്നലെ പറഞ്ഞു എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുമെന്ന്. കാരണം എല്ലാവരും ഗ്രോത്ത് പോകുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതാണ് ഞാൻ പറഞ്ഞ സീഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ജീവൻ ഉത്ഭവിക്കുന്നത്, നിന്റെ ക്രിസ്ത്യ ജീവിതം ഉത്ഭവിക്കുന്നത് അത് ഏത് ശബ്ദത്തിലാണ് ആസ്പദമാക്കിയിരിക്കുന്നത്? നീ സ്ട്രോങ് ബിലീവർ ആണോ അല്ലയോ എന്നുള്ളത് എക്സാക്ട്ലി സെയിം ആ ഹ്യൂമൻ ലൈഫില്, അത് സെയിം ആ പ്ലാന്റ് ലൈഫില്. സയൻസ് അലൈൻഡാ ദൈവനുമായിട്ട്. അതൊക്കെ കാണുമ്പോൾ അറിയാതെ കഴിയാത്ത അപ്പൊ നമുക്കുള്ളത് തന്നെ പിശാച് വന്നിട്ട് പലപ്പോഴും കുറച്ച് കാഴ്ച നമ്മുടെ ഈ ഒത്തിരി മർമ്മങ്ങൾ മനസ്സിൽ മറഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ ഇത് പുറക്കണം. ദാഹമുള്ള ജനമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ എനിക്ക് തന്നത് പ്രയോജനപ്പെട്ടില്ല. ഒത്തിരി പേർ കൊടുക്കാൻ പറ്റുന്ന അവർക്ക് ജീവൻ, പക്ഷെ എന്നെ കൊണ്ട് ഫലം കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ലല്ലോ. പലപ്പോഴും കുറഞ്ഞ് ഞാൻ തളർന്നു പോകുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ അറിയുന്നു, നമ്മുടെ കുറവുണ്ട്. ആ ശബ്ദം എപ്പോഴും മുഴങ്ങ ചാടി നിൽക്കാൻ സാധിക്കണം. എന്നാൽ പലപ്പോഴും ആ മുഴങ്ങുന്ന ശബ്ദത്തിൽ ടാപ്പിൻ ചെയ്യാൻ കഴിയാത്ത അവസ്ഥകൾ എനിക്കുമുണ്ട്. കഴിഞ്ഞ ആഴ്ച ജോലിയിൽ ഇപ്പം ഈ വരുന്ന ആഴ്ച ഒരു മാനുവലുകൾ ഒത്തിരി കാര്യങ്ങൾ തീർക്കാനുള്ളതൊക്കെ കറക്റ്റായിട്ട് ബാങ്ക്സ് ടൈം ഇല്ലാന്നാക്കുന്നത്. അങ്ങനെ എത്രയോ പേരുണ്ടെന്ന് അറിയാമോ പോയി ഇറങ്ങിയാൽ ഈ നഗരത്തിൽ ഐ സീ ഓൺലി സോൾസ്. നീ ഇന്ന് തന്നെ സ്വന്തം ചെയ്യുന്നു. ഒരു ഇന്നലെ രാത്രി ഷോണിനെ കുറിച്ച് ആന്റി നാട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഷോൺ എന്ന് പറഞ്ഞൊരു ആന്റിയുടെ സ്വന്തം ചെയ്യുന്നു വൈഫ് സ്നേഹയുടെ ഒരു അങ്കിളുണ്ട്. അവരെല്ലാം ഖനാനയ ആൾക്കാരാ. പുള്ളിക്കാരന്റെ മോൻ വിവാഹം കഴിച്ചിരിക്കുന്ന സ്വന്തം ചെയ്യുന്നു ആ വീട്ടിൽ നിന്ന്. അവർക്ക് 2 പിള്ളേരാണ്. കഴിഞ്ഞ ദിവസം ഈ ആഴ്ച കണ്ട് അവർ വന്ന നാട്ടിൽ നിന്ന്. അതിലൊരു മകന് ഒത്തിരി മദ്യപാനത്താൻ നടന്നിട്ട് 28 വയസ്സേ ഉള്ളൂ. ലിവർ ഇതായിട്ട് സിറോസിസ് ആയിട്ട് സ്വന്തം നാട്ടിൽ മരണത്തോട് മല്ലടിക്കുക. ഇപ്പം സ്വന്തം ചെയ്യുന്നു. എന്നിട്ട് ഇവര് ആത്മീയ അനുഭവം ഉള്ളവരാ. ഒത്തിരി പക്ഷെ നമുക്ക് ടൈം ഇല്ലാതാക്കി ഒതുക്കി കളയുന്ന ശത്രുവിന്റെ വലിയ പോരും. സപ്പോർട്ട് തരത്തില്ല, കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ വന്ന് ഈ വചനം സോ ബ്യൂട്ടിഫുൾ ആയി. വചനം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുഞ്ഞു പറഞ്ഞപ്പോ എന്താ മൈൻഡ് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് എ ബിലീവിംഗ്. അത് മനസ്സിലാക്കിയ കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് വിശ്വാസികൾ കൊടുത്തു കഴിഞ്ഞാൽ അവര് ഹാലുസിനേഷൻ കൂടെ പോകത്തില്ല, അല്ലെങ്കിൽ മിറാജസിൽ കൂടെ പോകത്തില്ല. അവർ എക്സ്പെക്ട് ചെയ്യും എപ്പോഴും. അതിന് അങ്ങനെ തന്നെയാ പോളൊക്കെ പഠിപ്പിച്ചേക്കുന്ന വചനം. തെസ്സലോനിക്കയോട് പറയുമ്പോൾ തുടങ്ങുമ്പോൾ വചനം പറയുമ്പോൾ തന്നെ പറഞ്ഞല്ലോ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ കൂടെ വരം തന്നിരിക്കുക എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് സുവിശേഷം.
അതുകൊണ്ടാണ് അവർക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റിയത്. അവരൊരു ഫേക്ക് വിടുതൽ, സൗഖ്യം അങ്ങനെയുള്ള വിശ്വാസത്തിലല്ല തെസ്സലോനിക്ക സഭയുടെ ചർച്ച് പണിയപ്പെട്ടത്. നിങ്ങൾ വായിച്ചു ഇപ്പോഴാണ് ഈ ഗ്രോത്ത്, സീഡ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുവരെ നമ്മൾ കാണാത്ത ലെൻസിലാണ് വചനം കാണുന്നത്. അവൻ സ്വന്തം. അതുകൊണ്ട് പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, വചനത്തിന്റെ മർമ്മം ഒത്തിരിയാ. ഇത് റിവീൽഡ് ആയാൽ ഇത് ആൾക്കാരുടെ ഉള്ളമൊന്ന് അത് വിശകലനം ചെയ്യാൻ തക്കവണ്ണം അവൻ ഇന്നലെ നോക്കിയപ്പോൾ മനസ്സിലാകുന്നത് വന്നപ്പോഴാണ് ഞാൻ ഇന്നലെ അവസാനം ഞാൻ പറഞ്ഞത്, ലുക്ക് അവൻ വചനം അവൻ ജനറേറ്റ് നമ്മൾ ഒരുക്കുന്നതിനെ കുറിച്ചല്ല, കേൾക്കുന്ന വചനം, whatever you listen, whatever you hear, understanding, അത് ക്രിസ്തു ആയിരിക്കണം. ക്രിസ്തുവാണ് അൾട്ടിമേറ്റ്. പക്ഷെ ആ വചനം ക്രിസ്തുവിനോട് അലൈൻഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തില് നമ്മളൊക്കെ, ഞാൻ ഉൾപ്പെടെ ഉള്ളവർ സ്ട്രഗിൾ ചെയ്യുന്ന അവൻ മേഖലകൾ പോലെയാകും നമ്മുടെ ജീവിതം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവശബ്ദം 24/7 മുഴങ്ങുക, മനസ്സ് വെക്കുന്നത്, അതിനകത്തോട്ടൊന്ന് ടാപ്പ് ചെയ്യുക, പവർഫുൾ ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും ഏതിനെയും. കർത്താവിനെ സഹിക്കട്ടെ. പ്രാർത്ഥന പ്രത്യേകം അപേക്ഷിക്കുന്ന ഒത്തിരി ആത്മാക്കൾ എനിക്കിന്ന് ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് കൊതിയുണ്ട്. ശത്രു ആ ഫോൺ നമ്പർ തരൂല്ലെന്നത്. ആ ഷോൺ എന്നാണ് പേര്, നിങ്ങൾ പ്രാർത്ഥന ഓർക്കുക. ആ പൈതല് മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥകളാണെന്നാണ് കേട്ടത്. എന്നാൽ അവര് മോള് പ്രഗ്നന്റ് ആയതുകൊണ്ട് അവർ ഈ ആഴ്ചയാണ് വന്നത് കുഞ്ഞിനെ ഗർഭിണിയ മോളെ നോക്കാനായിട്ട്. പക്ഷെ അത് സ്നേഹയുടെ അങ്കിളാണ്. സ്നേഹയുടെ അങ്കിൾ അറിയാം, നമ്മൾ വാതിലുകളെല്ലാം വിശാലമായിട്ട് കിടക്കുക. എത്ര വാതിലുകളാണ് അവൻ, എത്രയോ പേരാ അവൻ. എന്നാൽ സമയം നമ്മൾ കണ്ടെത്തണം, ഈ വചനം കേൾക്കണം. ഞാൻ ശൈലിപത്രനൊക്കെ വീട്ടിൽ പോകുമ്പോൾ സോ റിസപ്റ്റീവ്, കേൾക്കാൻ കൊതിച്ചിരിക്കും. പക്ഷെ നമ്മൾ ടൈം ഉണ്ടാക്കി പോകാൻ വി ആർ നോട്ട് ടേക്കിംഗ് ടൈം. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഒത്തിരി വചനമുണ്ട്, സ്ട്രോങ് ആണോ പക്ഷെ അല്ലയോ അല്ല, അങ്ങനത്തെ അവസ്ഥയിൽ ഈ ദിവസങ്ങളിൽ മാറണം. പോയി ഒത്തിരി മുമ്പിൽ ഒത്തിരി ലോ ലൈങ് ഫ്രൂട്ട്സ് ഉണ്ട്. ഒത്തിരി നമ്മൾ തലകുത്തി മറിയേണ്ട കാര്യമില്ലാതെ താഴെ പറിച്ചെടുക്കാൻ ഒത്തിരി പഴങ്ങളുണ്ട്. പക്ഷെ എന്തിനാന്നുള്ള ഒരു ചിന്ത വന്നിട്ട് പുറമോട്ട് വരുന്ന അവസ്ഥകൾ മാറാൻ പ്രിയപരിൽ പറഞ്ഞ പോലെ ഡിസ്കറേജ് മാറി ആ ശബ്ദത്തിൽ ബേസ്ഡ് ആയിട്ട് ഒരേ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ, ഗ്രോത്ത്, സ്ഥിരതയുള്ള ഒരു ഗ്രോത്ത് നിൽക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. മക്കളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു.